വാക്കുകൾ ഒന്നുമില്ലാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ആ ഗ്രൗണ്ട് ഒരു ബാഡ്മിൻ്റൺ കോർട്ടാണ്. ആ കോർട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന 2 കളിക്കാർ വളരെ വീറോടും വാശിയോടും 2 പേരും കളിക്കുന്നു. പക്ഷേ ബോളില്ല, പന്തില്ല. പന്തില്ലാതെ ബാഡ്മിൻ്റൺ കളിക്കുന്ന 2 കളിക്കാർ. ഒരേ ഒരു കാണി ബാഡ്മിൻ്റൺ കോർട്ടിന് പുറത്ത് നിന്ന് വളരെ ആകാംക്ഷയോടുകൂടി കളി ഉറ്റുനോക്കുന്ന കാണി. ഇടയ്ക്ക് ഇല്ലാത്ത ബോൾ ഈ കാണിയുടെ അടുത്ത് വന്ന് വീഴുന്നു. കാണി അത് കൃത്യമായി എടുത്ത് കളിക്കാർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇതൊരു സിനിമയിലെ ദൃശ്യമാണ്. യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തെ, അതിന് സത്യാനന്തരമോ സത്യേതരമോ എന്നുള്ള വിവാദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം വാക്കുകളിലല്ല ഞാൻ ഈ പ്രഭാഷണം ഊന്നുന്നത് എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മറിച്ച് ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വ്യവഹാരങ്ങളെ മനസ്സിലാക്കാൻ ഈ ഒരു ദൃശ്യം നമുക്ക് പ്രയോജനപ്പെടും. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നതും നമുക്ക് പ്രതീക്ഷയുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാം എന്നുള്ള മോഹം കൊണ്ടോ വ്യാമോഹം കൊണ്ടോ ആണ്. പക്ഷേ പോസ്റ്റ് ട്രൂത്ത് കാലം നമ്മളോട് പറയുന്നത് അത് നിങ്ങൾ മറന്നേക്കൂ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കാം എന്നുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾ മറന്നേക്കൂ. നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി തന്നിരിക്കുന്ന ഈ ലോകത്തിനെ അതേപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് പോസ്റ്റ് ട്രൂത്ത് കാലം നമ്മളോട് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നവോത്ഥാനം, ജനാധിപത്യം, കൊളോണിയലിസം, പോസ്റ്റ് കൊളോണിയലിസം, ഗാന്ധിയൻ കാലഘട്ടം എന്നൊക്കെ കാലഘട്ടത്തെക്കുറിച്ച് പറയാറുണ്ട്. ഗ്ലോബലൈസേഷൻ തുടങ്ങിയ ക്യാപിറ്റലിസത്തിൻ്റെ കാലം എന്നൊക്കെ പറയാറുണ്ട്. ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ലോകത്തിൻ്റെ ഓരോ ഭൂവിഭാഗങ്ങളെയും ഓരോ കാലഘട്ടത്തിലാണ് ഈ ഇസങ്ങൾ അല്ലെങ്കിൽ ഈ പ്രത്യയശാസ്ത്രങ്ങൾ സ്വാധീനിച്ചു വരുന്നത് എന്നാണ്. പ്രത്യേകിച്ച് നവോത്ഥാനം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുള്ള ആളുകളാണ്. പാശ്ചാത്യ ലോകത്തു നിന്ന് പൗരസ്ത്യ ലോകത്തേക്കൊക്കെ വരാൻ 200 വർഷമൊക്കെയാണ് എടുത്തത്. ഗ്ലോബലൈസേഷൻ വരെ അങ്ങനെ കാലതാമസം പല രാജ്യങ്ങളിൽ പല തോതിലായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം അധിനിവേശിക്കുന്നത് അങ്ങനെയല്ല. മറിച്ച് ഒരു ഞൊടിയിട നേരം കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കത്തക്കവണ്ണം അത് പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പിന്നെ പ്രശ്നമാണ്. പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകാർത്ഥത്തിലാണ്. അതിൻ്റെ പ്രത്യയശാസ്ത്രവും അതിൻ്റെ ഉപകരണങ്ങളും വ്യക്തിപരമായും സാമൂഹികമായും ജിയോ പൊളിറ്റിക്സിന് അതീതമായി ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നു എന്നല്ല പറയുന്നത്, ഐ ബൈറ്റ്, ഞാൻ നിങ്ങളെ കടിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ബൈറ്റിലാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാർവലൗകികത, സാർവദേശീയത, സാർവത്രികത ഈ പൊളിറ്റിക്സിന്, പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിന്, രാഷ്ട്രീയത്തിന് നൽകിയതിൻ്റെ പ്രധാന ടൂളായി വികസിച്ചത് മൾട്ടിമീഡിയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എല്ലാവരും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. മറിച്ച് മാധ്യമങ്ങളുടെ സ്വഭാവം മാറിയതാണ്.
എന്താണ് ഈ സ്വഭാവമാറ്റം പ്രധാനമായി സംഭവിച്ചത്? ഇവിടെ രാവിലെ മുഴുവൻ ചർച്ച ചെയ്ത് സത്യം അസത്യം. ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഗാന്ധിജി ഇപ്പോഴാണ് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് മറ്റോ പറയുവോ എഴുതുവോ ചെയ്യുമോ എന്ന് സംശയമുണ്ട്. സത്യവേദ പുസ്തകം ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. കാരണം സത്യം എന്ന് പറയുന്ന ഒരു ഐഡിയ, ഒരു ആശയം അത്തരത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ എത്ര പ്രതിരോധിച്ച് നിന്നാലും അതല്ല എന്ന് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ബ്ലറായിട്ട് ചില കാര്യങ്ങൾ കാണിക്കും. അത് നമ്മൾ കാണാറുണ്ട്. സത്യം മുഴുവൻ അവസാനിച്ചു പോയി എന്നുള്ള വലിയൊരു വിലാപമല്ല ഇവിടെ നടക്കുന്നത്. സത്യം ഇവിടെ ഉണ്ട്. സത്യത്തിനും അസത്യത്തിനും ഇടയ്ക്ക് ഉള്ള അതിർവരമ്പ്, യാഥാർത്ഥ്യത്തിനും അയഥാർത്ഥ്യത്തിനുമെതിരെയുള്ള അതിർവരമ്പ്, നീതിക്കും അനീതിക്കും ഇടയിലുള്ള അതിർവരമ്പ്, അത് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അത് പക്ഷെ അവിടെ ഒരു ഇടമുണ്ട്. ആ ഇടം ബ്ലറാണ്. അത് ബ്ലറാക്കിയിരിക്കുകയാണ്. അവിടെ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിനിടയ്ക്കൂടെ നമ്മൾ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവും മിത്തും, ഇവിടെ ഒലീനയും ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞു, ഇതിനിടയ്ക്കുള്ള അതിർവരമ്പ് സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത്, അതിൻ്റെ ഉത്തരത്തിലേക്ക്, റിസൾട്ടിലേക്ക് വന്നെത്തുന്ന പടവുകൾ നമുക്കറിയാം. ഇതൊന്നും ആവശ്യമില്ല. ഇപ്പം ശാസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രമുണ്ട്. ശാസ്ത്രീയമായ സത്യങ്ങളുണ്ടോ? ഉണ്ട്. നോബൽ പ്രൈസ് ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്കുള്ള ആ ബ്ലറായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെ, സാധാരണക്കാരെ, പൊതുസമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ നടക്കുന്നത്. പൊതുസമൂഹം, പബ്ലിക് സൊസൈറ്റി എന്ന് പറയുന്ന, പൊതുസമൂഹം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയോ, അല്ലെങ്കിൽ പദവിയും അവസ്ഥയും തമ്മിലുള്ള പ്രശ്നം ബിന്ദു ഇവിടെ പറയുണ്ടായി. അത് യോജിപ്പുണ്ട്. പദവിയോ ഒക്കെ ഇല്ലാതായിട്ടുണ്ട്. ഇത് 2017 ഈ വാക്ക്, ഡോൺ വാക്കെന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വിശേഷിപ്പിച്ചു. ഡോൺ വാക്ക് 2017 ഡോൺ വാക്കെന്നാണ് പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച് എൻസൈക്ലോപീഡിയ പറയുന്നത്. അത്രേ ഉള്ളൂ. സത്യം. അതിന് ട്രംപ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞ കാര്യമാണ്. ട്രൂത്ത് അല്ലെ ഫാക്ട് അതൊന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലൂടെ നമുക്ക് കൊണ്ടുവരാൻ എളുപ്പം സാധിക്കും. അവിടെ വൈകാരികത സൃഷ്ടിക്കലാണ് പ്രധാനം. ഇപ്പോൾ ഈ വളരെ കുറച്ച് നാളേ ഉള്ളൂ ഇപ്പോൾ ട്രംപ് അധികാരത്തിലേറിയിട്ട്. അദ്ദേഹം അധികാരത്തിലേറിയ കാലം മുതൽ ഇന്ന് വരെയുള്ള, അല്ലെ ഇന്നലെ വരെയുള്ള ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ഐക്യവും സ്വരച്ചേർച്ച ഇല്ലായ്മയും ഇത് മാത്രം പരിശോധിച്ചാൽ മതി. പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഭാരതാംബയെക്കുറിച്ച് പറഞ്ഞു, ഭാരതമാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിനകത്ത് എളുപ്പത്തിൽ കൊണ്ടുവരുന്ന ചില പൊളിറ്റിക്സ് ഉണ്ട്. മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. എൻ്റെ തലച്ചോറിലേക്ക് ആദ്യം വന്നത് ഇതിന് ഭരണഘടനയാണോ മറ്റേതാണോ മറിച്ചാണോ ഒന്നുമല്ല. മറിച്ച് ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഇന്നലെ ഉച്ച സമയത്ത് നടത്തുന്ന ഒരു പ്രതികരണത്തിൽ പറയുന്ന കേട്ടു, അമ്മമാരെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് മക്കൾ തീരുമാനിക്കും. ഇങ്ങനെ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ മറന്നു കളയുന്നു. ഈ ഒരു വാചകം മാത്രം എടുക്കുന്നു. നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകൾ നടത്തിയ ജനാധിപത്യ പ്രക്രിയയെ, ജെൻഡർ സമരങ്ങളെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഈ ഒരൊറ്റ വാക്കുകൊണ്ടങ്ങ് ഇല്ലാതാക്കി. പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിൽ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തോ, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്തോ അതിനു മുമ്പത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്തോ ഉള്ള രീതിയിൽ വെറുപ്പ് നമ്മൾ പുറമെ കാണാനില്ല, വെറുപ്പ് സൃഷ്ടിക്കുന്നില്ല. മറ്റേത് പറയായിരുന്നു,
നിങ്ങൾക്ക് കോഴിമുട്ട തിന്നണമല്ലേ, മുട്ട തിന്നണമെങ്കിൽ പാകിസ്ഥാനിൽ പോകൂ, ഇറച്ചി തിന്നണമെങ്കിൽ പാകിസ്ഥാനിൽ പോകൂ. എന്ത് പറഞ്ഞാലും പാകിസ്ഥാനിൽ പോകാൻ പറയുന്നു. ഇപ്പൊ പറയുന്നുണ്ടോ? ഇല്ല. അതാണ് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിന്റെ വിജയകരമായ നടത്തിപ്പ്. പ്രീണനത്തിലൂടെ ആ രാഷ്ട്രീയം നടപ്പാക്കുക. വേറെ രീതിയിൽ വെറുപ്പ് വേറെ രീതിയിൽ സൃഷ്ടിക്കുന്നുണ്ട്, മറിച്ച് പ്രീണനത്തിലൂടെ. പറയാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോഴും എതിരഭിപ്രായമുള്ളവരില്ലേ? ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം രൂപീകരിച്ചിട്ടുള്ളവരില്ലേ? ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് ബോധ്യമുള്ളവരില്ലേ? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിരന്തരം ചോർന്നു പോകുന്ന അതിൻ്റെ ആന്തരിക സത്തയെക്കുറിച്ച് ബോധ്യമുള്ളവരില്ലേ? പക്ഷെ ആ ബോധ്യങ്ങളെ മുഴുവൻ നിശബ്ദമാക്കത്തക്കവണ്ണം പ്രീണനം നടപ്പിലാക്കുക, പ്രീതിപ്പെടുത്തൽ നടപ്പിലാക്കുക. അപ്പോഴും വെറുപ്പ് സൃഷ്ടിക്കേണ്ട അതേ സാഹചര്യത്തിൽ വെറുപ്പിനെ സൃഷ്ടിച്ചുകൊണ്ടും ഇരിക്കുക. അപ്പോൾ ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ, എന്നാൽ വേറൊരു രീതിയിൽ സമൂഹത്തിൽ ജാതീയമായി മറ്റൊരു രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന തരത്തിൽ ചരിത്രപരമായ, ഞങ്ങളൊക്കെ സുറിയാനി എന്നൊക്കെ പറയും, അത്തരമൊരു സവർണത ഉള്ള എനിക്ക് പോലും നിരന്തരം ഞാൻ ഇതിനെ പിന്താങ്ങിയില്ലെങ്കിൽ, ഞാൻ ഇവിടെ ഈ ചോദ്യം, പാകിസ്ഥാനി ജനതയ്ക്ക് വെള്ളം കൊടുക്കുന്നത് മുട്ടിക്കുന്നത് ശരിയോ എന്ന ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ രഹസ്യമായി ഒലീനയോട് പറയും, എടി അത് ശരിയായില്ലല്ലോ എന്ന്. ഞാൻ മൈക്കിൽ കൂടെ പറയില്ല, ഞാൻ എഴുതില്ല. മറിച്ച് അത് നമ്മളുടെ ദേശീയതയ്ക്ക് എതിരായ അവസ്ഥയിലേക്ക് എന്നെ നീക്കി നിർത്തും എന്ന് എൻ്റെ തലച്ചോറിൽ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ. ഇത് നമ്മളറിയാതെ നമ്മൾ നിലനിൽക്കുന്ന നമ്മളുടെ ഉള്ളിലുള്ള ഒരു സത്ത, ആ സത്തയെ മാത്രമല്ല നമ്മൾ നിലകൊള്ളുന്ന രാഷ്ട്രീയത്തെയും ക്രമേണ ബാധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും. അവിടെയാണ് പുരോഗമന കലാസാഹിത്യം. എളുപ്പമേ അല്ല. ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഇപ്പോൾ ക്യാപിറ്റലിസത്തിനുള്ള, മുതലാളിത്തത്തിനുള്ള സ്പേസ് പോലും തീരെ ഇല്ലാതെയാണ് ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തെ രാഷ്ട്രീയം നമ്മളിലൊക്കെ വ്യാപരിക്കുന്നത്. നമുക്ക് നമ്മളോട് തന്നെ സംശയമാണ്, ഇതാണോ സത്യം? ഇപ്പോൾ ഭാരതാംബയുടെ വസ്ത്രം ഇങ്ങനെയാണോ എന്ന് ഭരണഘടന നമ്മൾ ഉടനെ പെറുക്കി നോക്കും. അതിനകത്തൊരു ചിത്രമുണ്ട് എന്ന് നമ്മൾ ആശ്വസിക്കും. അവിടെ നമ്മൾ എന്തിനോട് കോംപ്രമൈസ് ചെയ്യും? മറിച്ച് അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭരണഘടന എന്ന് പറയുന്നത് നിശ്ചലമായൊരു സാധനമല്ല. അത് നിരന്തരം ചോദ്യം ചെയ്യപ്പെടുകയും വളരുകയും ജനാധിപത്യത്തിനോടൊപ്പം വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടുന്ന ജൈവത്തായ ഒന്നാണ്, ഓർഗാനിക്കായ ഒന്നാണെന്ന്. അതിനെ നമ്മൾ മറന്നു കളഞ്ഞു. നമ്മൾ പഴയ പുസ്തകം തപ്പിയെടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ചിത്രമുണ്ടോ എന്ന് പരിശോധിച്ച് ഞാൻ അതിനോട് കോംപ്രമൈസ് ചെയ്യും. അതാണ് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. വളരെ വേഗം, നേരത്തെ പറഞ്ഞ പല ഇസങ്ങൾ, പല രാഷ്ട്രീയം, പല മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെക്കാൾ വളരെ വേഗം ഈ മാറ്റം നമ്മളെ കീഴടക്കുന്നുണ്ട്. അതും വളരെ ഇപ്പം 2008 ആദ്യമായി ഇതൊരു രാഷ്ട്രീയമായി ലോകത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 2008 നമുക്കെല്ലാം അറിയാം, ഒരു 100 വർഷത്തിന് അപ്പുറം സംഭവിക്കുന്ന ക്യാപിറ്റലിസത്തിൻ്റെ വലിയ വീഴ്ച സംഭവിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ ഉണ്ടായ മാറ്റം എന്താണ്? ലോകത്ത് വിരലിലെണ്ണാവുന്ന വലിയ സമ്പന്നരുണ്ടാവുന്നു, മുതലാളിമാരുണ്ടാവും. അതുകൊണ്ടാണ് അമേരിക്കയിൽ ആ സമയത്ത് 99% പേർക്ക് വേണ്ടി, അല്ല 1% ആളുകൾക്ക് വേണ്ടി 99% പേരെ ചൂഷണം ചെയ്യപ്പെടുന്നതിന് മുദ്രാവാക്യമാക്കി ഉയർത്തിക്കൊണ്ട് സമരം നടന്ന കാലഘട്ടമാണത്. പിന്നെ വളരെ വേഗം, കാരണം ക്യാപിറ്റലിസം ഒരു വൈറസ് പോലെയാണെന്ന് നമുക്കറിയാം. അത് ഏറ്റവും കൂടുതൽ അതിജീവന ശേഷിയുള്ളതൊന്നാണ്. അത് വേഗം കാലത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം കഴിവുണ്ട്. 2008 ഒരുപക്ഷെ മുതലാളിത്തത്തിൻ്റെ അവസാനമാണെന്ന് പോലും പല സിദ്ധാന്തങ്ങളും ഉണ്ടായി. മുതലാളിത്തം അവസാനിക്കുകയാണ്.
എന്ന് സിദ്ധാന്തങ്ങളുണ്ടായി. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് മുതലാളിത്തത്തെ മേളിലോട്ട് പിടിച്ചു കയറ്റുന്ന എങ്ങനെ? വലിയ പ്രതിസന്ധി ഉണ്ടായി ആഗോള സമ്പദ് വ്യവസ്ഥയിൽ. നേരത്തെ പറഞ്ഞതുപോലെ 1% പേർക്ക് വേണ്ടി 99% പേർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള അവസ്ഥയിൽ വലിയ അൺട്രസ്റ്റ്, അസ്വസ്ഥത ലോകത്തെമ്പാടും ഉണ്ടായി. അറബ് ലോകത്തും ഒക്കെ ഒരുപാട് സ്ത്രീ സമരങ്ങൾ ഒക്കെ ഉണ്ടായി. അപ്പം ഇതിനെ അതിജീവിക്കാൻ എന്താ ചെയ്യുക? ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും കുടിയേറ്റക്കാരാണ് എല്ലാത്തിനും കാരണം. ഇപ്പൊ വീണ്ടും അത് ഉണ്ടായി. നിങ്ങളുടെ പട്ടിണിക്ക് കാരണം നിങ്ങൾക്ക് അർഹമായ വിഭവങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്, അപഹരിക്കുന്നത്, കൊള്ളയടിക്കുന്നത് ഇവിടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്ന അല്ലെ 50 വർഷം മുമ്പ് ഇവിടെ വന്നു ചേർന്നവരാണ് എന്ന് ഉള്ള പ്രചരണം, കുടിയേറ്റത്തിനെതിരായ വലിയ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടായ കാലം അതിനുശേഷമുണ്ടായ കാലമാണ്. അത് ഇന്ത്യയിലും നരേന്ദ്രമോദി ഗവൺമെൻറ് വരുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും ഉണ്ടായ കാര്യങ്ങൾ നമുക്കവിടെ ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ മണിപ്പൂർ ആവട്ടെ, ഇന്ത്യൻ മുസ്ലിംസിനെ കുറിച്ചുള്ള ധാരണകളാവട്ടെ, ഒക്കെ ഇത് ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭരണകൂടം പറയുകയാണ്, ഭരണകൂടം പെട്ടെന്ന് ഒരു സിറ്റിസൺ ഗ്രൂപ്പിനെ, ഒരു പൊതുസമൂഹത്തെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്നവർ, വന്നവർ എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായി ഡിവൈഡ് ചെയ്യുന്നു. മാത്രമല്ല, ഇപ്പോൾ ട്രംപിനെ കുറിച്ച് പറയുമ്പം ട്രംപ് ആദ്യം വന്ന് നടത്തിയ ഒരു പ്രസംഗത്തിലുണ്ടായത് ഒരു പ്രസ്താവന നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ട്രാൻസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അത് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പദവിയെ ഇല്ലാതാക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയ ഒന്നാണ്. അതുകൊണ്ട് ഇനി മേലിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല. ട്രംപ് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇവിടെ കേരളത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന ജെൻഡർ ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കും എന്നറിയുക. അത്രമാത്രം സ്ഫോടനാത്മകമായ ഒരു പ്രസ്താവനയാണത്. എത്രയോ കാലങ്ങൾ നടത്തിയ സമരത്തിലൂടെയാണ് ഈ ജെൻഡർ എന്ന് പറയുന്ന ആ പദവി, അത് എത്ര വ്യത്യസ്ത പദവികളാണ് എന്ന്, വ്യത്യസ്തമായ സ്ഥാനങ്ങളിലാണ് അത് നിൽക്കുന്നത് എന്ന്, അതിന് ജനാധിപത്യപരമായ അവസ്ഥകൾ ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ നേടിയെടുത്ത ഒരു ധാരണ. അത് ശാസ്ത്രീയമായും ഒക്കെ തന്നെ, ചരിത്രപരമായും ഒക്കെ തന്നെ. അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു പ്രസ്താവന ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ട്രംപ് നടത്തി. ഇതിൻ്റെ അലയൊലികൾ നമ്മുടെ ഇടയിലുമുണ്ട്. ഞാനിന്ന് ഇവിടെ സംഘം മാസിക ഏറ്റവും കൂടുതൽ ചേർത്തവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഞാൻ അവിടെ അടുത്തിരുന്ന എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഈ യൂണിറ്റിലൊന്നും സ്ത്രീകളെ ഇല്ലേ, അവരൊരു സംഘം മാസികയും ചേർത്തിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ പറയുന്നതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായി വന്നിരുന്ന ഒരു ജനാധിപത്യ ബോധത്തെ, ഇന്ന വിഭാഗം ഇവിടെ ഇല്ലെങ്കിൽ എന്തോ കുറവുണ്ട് എന്നുള്ള തോന്നൽ, അതിനെയാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ഒന്നല്ല ഇവിടെ ഇരിക്കുന്നത്, അല്ലെ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരൂടെ നടത്തിയ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് എന്നുള്ള തിരിച്ചറിവ്, ആ ബോധത്തിലേക്ക് വരിക എന്ന് പറയുന്ന ആ പ്രക്രിയ ഇല്ലാതാവുക. നിങ്ങൾ തന്നെ ചുറ്റും നോക്കിയാൽ അറിയാം. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഈ പോസ്റ്റ് ട്രൂത്ത് കാലത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അർജുനൻ എന്ന് പറയുന്ന യുവാവ് ലോറി ഓടിച്ച് വെള്ളത്തിൽ പോയ ഒരു കർണാടകത്തിൽ, ഓർക്കുന്നുണ്ടാവും. വികാരത്തെ, ഒരു തോന്നലിനെ എങ്ങനെ വിസ്ഫോടനാത്മകമായ ഒരു രാഷ്ട്രീയമാക്കി മാറ്റും എന്നുള്ളതിൻ്റെ ടിപ്പിക്കൽ ഉദാഹരണമാണ്. അർജുനൻ പറ്റിയ ആ അപകടം, ആ കുടുംബത്തിനുണ്ടായ വിഷമം, സുഹൃത്തുക്കൾക്കുണ്ടായ വിഷമം, ഇതിനെല്ലാം വിലമതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് അസാധാരണ സംഭവമല്ല. ഇവിടെ
തിരുവനന്തപുരത്ത് കടലിൽ പോയി മരിക്കുന്ന മുക്കുവർ എന്ന് തന്നെ ഞാൻ പറയട്ടെ, ശരാശരി എടുത്തു നോക്കിയാൽ ദിവസം ഒന്നെങ്കിലും കാണും. ഇതൊരു ചർച്ചാ വിഷയമാകാതെ ഇരിക്കുകയും ഈ അർജുനൻ്റെ അപകടം ഒരു വലിയ ചർച്ചാ വിഷയമാക്കി അതിനെ വലിയൊരു രാഷ്ട്രീയമാക്കി സമ്മർദ്ദം ചെലുത്തി ഭരണകൂടത്തെ, പൊതുസമൂഹത്തെ, ഞാനും നിങ്ങളും ഉൾപ്പെടെ രാവിലെ TV തുറന്ന് റിപ്പോർട്ടർ ചാനൽ ട്യൂൺ ചെയ്ത് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഈ സന്നാഹങ്ങൾ, ബഹളങ്ങൾ, വൈറ്റ് ഞാൻ പഠിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അവധിയെടുത്ത് വീട്ടിലിരിക്കുക, മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ വീട്ടിലിരിക്കുക. ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പോസ്റ്റ് ട്രൂത്ത് കാലത്തെ സത്യം എന്താണ്, വസ്തുത എന്താണ്, ഇപ്പുറത്തെന്താണ് നിൽക്കുന്നത്, അപ്പുറത്തെന്താണ് ഉള്ളത് എന്നുള്ള വസ്തുതകളെ നിരാകരിച്ചുകൊണ്ട് ഒരു ചെറിയ തോന്നലുകളെ പോലും വലിയ വിസ്ഫോടനങ്ങളാക്കി മാറ്റാൻ ഈ കാലഘട്ടത്തെ മാധ്യമങ്ങൾക്ക് കഴിയും. ഞാനൊരു പുസ്തകം എഴുതിയാൽ DC-ക്ക് അയച്ചു കൊടുക്കുന്നു, പറ്റില്ല, പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അടുത്ത ഓരോന്നിനും അയച്ചു കൊടുക്കുന്നു, പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു കവിത എഴുതി ഞാൻ അയച്ചു കൊടുക്കുന്നു, പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, അവർ തിരസ്കരിക്കുന്നു, അല്ലെങ്കിൽ ചവറ്റോട്ട ഇടുന്നു. അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം ഞാൻ രൂപീകരിക്കുന്നു, ഞാൻ പൂക്കാസയുടെ മുമ്പിൽ വയ്ക്കുന്നു, അത് അംഗീകരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യണമെന്ന് കടമനിട്ട ഇങ്ങനെയാണ് പറയുന്നത്: ഒരു കുടം താറുണ്ട്, ഒരു കുറ്റിച്ചൂലുണ്ട്, പെരുവാ നിറയെ തെറിയുണ്ട്. തെറി അത്ര മോശമല്ല സിദ്ധിക്ക് ചില കാലഘട്ടങ്ങളിൽ. വരികയാണിന്നു ഞാൻ ഒരു കുടം താറുമായി, ഉലകിൻ്റെ ഭിത്തിയിൽ താറടിക്കാൻ തടയാൻ വരുന്നവർ വന്നോളൂ, നിങ്ങളുടെ വിളറും മുഖത്തും കരിയുണ്ട്. ഇത് കടമനിട്ട നമ്മുടെ പ്രസിഡൻ്റായിരുന്നു, കടമനിട്ടയുടെ ഒരു കവിതയിലെ വരികളാണ്. ഒറീസയിലെ കന്തമാലിൽ അവിടെ ഞാനും KN മുരളി സാറും ഒക്കെ കൂടെ ഒരു സമയം 2007 തോന്നല്ലേ, 2008 പോയി. അങ്ങനെ പോകാൻ ഒരു കാര്യമുണ്ട്, പലർക്കും അറിയാം. അന്ന് അവിടെ സംഘപരിവാർ അവിടുത്തെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും പള്ളി പൊളിക്കുകയും പള്ളിയുടെ കുരിശ് പൊളിച്ചിട്ട് അവിടെ കാവിക്കൊടി കെട്ടുകയും കുറേ അധികം പേർ അട്ടി ഓടിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും കന്യാസ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളന്ന് അവിടെ പോയത്. അവിടെ ചെന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ KN ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു: അവിടുത്തെ ചുവരുകളിലൊന്നും മുദ്രാവാക്യമില്ല എന്ന്. മുദ്രാവാക്യങ്ങൾ എഴുതാത്ത ചുവരുകളുള്ള, ഭിത്തികളുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കുക എന്ന് നമ്മളതെല്ലാം മറന്നു. ഇപ്പോൾ ഉടനെ എന്ത് ചെയ്യും? ഫേസ്ബുക്ക് എടുക്കും, ഇൻസ്റ്റ എടുക്കും, നമ്മൾ ടൈപ്പ് ചെയ്യും, ഞാൻ പഠിക്കും എന്ന് പറഞ്ഞ് എന്തും അവിടെ പറയും. ഇതല്ലാതെ ഒരു പാട്ട പെയിൻറ്റുമായി, ഒരു ബ്രഷുമായി നമ്മൾ ഇറങ്ങില്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇറങ്ങിയാലാരും അതിനെ പ്രോത്സാഹിപ്പിക്കത്തും ഇല്ല. ഇവിടെ അപ്പം എത്രമാത്രം ഇവിടെ ഫാസിസം ആ വേദിയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ചുവരുകളിൽ എത്രമാത്രം പ്രയോഗിക്കാൻ കഴിയും, എത്ര നുണകൾ പറയാൻ കഴിയും. അങ്ങനെ രാഹുൽ ഈശ്വർ എന്നുള്ള പേര് ഞാൻ വെറുതെ ഒരു ഇൻവെർട്ടർ കോമാസിൽ ഇടുന്നതേ ഉള്ളൂ, ഒരു വ്യക്തിയൊന്നുമല്ല. പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: വാട്ട് അബൌട്ടറി എന്ന്. വായി തോന്നുന്ന എന്തും പറയാം. ഇന്ന് പറയുന്നത് നാളെ ആവർത്തിക്കണം എന്നില്ല. ഇന്ന് സത്യമെന്ന് പറയുന്നത് നാളെ ഞാനത് നിരാകരിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പറയാൻ കഴിയും. വാട്ട് അബൌട്ടറിയുടെ കാലമാണ്. പരിണാമിയായ ഗാന്ധിജിയെയും പരിണാമിയായ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഈ പരിണാമം അതല്ല. എന്തും പറയാം. എന്തും പറയുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാംസ്കാരിക സാഹചര്യം പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ആദ്യം ഇലക്ഷൻ മത്സരിക്കുമ്പം ഇന്ത്യക്കാരോടൊരു വാഗ്ദാനം ചെയ്തിരുന്നു: നിങ്ങളുടെ എല്ലാം
അക്കൗണ്ടിലേക്ക് എത്രയായിരുന്നു, 25 ലക്ഷം, 15 ലക്ഷം ഉടനെ വരും എന്ന്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ, അന്ന് പത്രക്കാർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇത്രയും അവർ അലിഞ്ഞ് ശർക്കര പോലെ ആയിട്ടില്ലായിരുന്നു. അന്നൊരു ചോദ്യം ചോദിച്ചു നരേന്ദ്രമോദിയോട്, അങ്ങ് പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന്. ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറഞ്ഞു, അത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞൊരു കാര്യം മാത്രമാണ്. ഞാൻ കള്ളം പറയില്ല, നരേന്ദ്രമോദി എന്ന് പറയാൻ നരേന്ദ്രമോദിയെ കുറിച്ച് റിസർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇതാണ് പോസ്റ്റ് ട്രൂത്ത് കാലത്തെ മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ മുഖം. മറ്റത് നുണ പറയുക. ഇപ്പം ഇന്നലെ നിങ്ങളുടെ പേജുകളിൽ വന്നോന്നറിയത്തില്ല, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് എൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം വന്നു, 21,000 രൂപ പെട്ടെന്ന് തന്നെ നിക്ഷേപിച്ച വന്നല്ലേ. ആരാ പറയുന്നത്? നരേന്ദ്രമോദിയാണ് പറയുന്നത്, ധനകാര്യമന്ത്രിയാണ് പറയുന്നത്, ഇൻഫോസിസിൻ്റെ ചെയർമാനാണ് പറയുന്നത്, നമ്മളോട് പറയും. എന്നിട്ട് പ്രത്യേകം പറയുന്നുണ്ട്, ഇത് പെട്ടെന്ന് അപ്രത്യക്ഷവും, ഉടനെ മുടക്കിക്കോളൂ. ഇത് സോഷ്യൽ മീഡിയയിലെ പരസ്യം മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലെ തീവ്രവാദം മുഴുവൻ അവസാനിപ്പിക്കും, ഇന്ത്യയിലെ കള്ളപ്പണം മുഴുവൻ അവസാനിപ്പിക്കും. 2000 രൂപ നോട്ട് തിരിച്ചു വാങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പഹൽഗാം ഉണ്ടായത്? എല്ലാ മനുഷ്യരും ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിന്ന് പിടഞ്ഞു വീണു മരിച്ച പൗരന്മാരും പൗരികളുമുള്ള ഈ രാജ്യത്ത് പിന്നെ കള്ളപ്പണം ഉണ്ടാകാമോ? പിന്നെ മത തീവ്രവാദം ഉണ്ടാകാമോ? എന്തിനായിരുന്നു അത്? ഇതാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാട് 2018 ഉക്രൈൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാറുണ്ട്. ഉക്രൈൻ തെരഞ്ഞെടുപ്പ് ആദ്യമായി പോസ്റ്റ് ട്രൂത്ത് രാഷ്ട്രീയം പരിപൂർണമായി വിജയിച്ച ഇലക്ഷനായിരുന്നു. ടെലിവിഷൻ അവതാരകനായ, രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടേയില്ലാത്ത, ജനങ്ങളുടെ കാര്യം എന്തെന്നറിയാത്ത ഒരു നേതാവിനെ കൊണ്ടുവന്ന് എല്ലാ രാഷ്ട്രീയത്തെയും നിരാകരിച്ചുകൊണ്ട് സമ്പൂർണമായി ഏതാണ്ട് ഇരട്ടിയിലധികം ശതമാനം വോട്ട് നേടിക്കൊണ്ട് വിജയിച്ച ഇലക്ഷനായിരുന്നു ഉക്രൈൻ തെരഞ്ഞെടുപ്പ്. അപ്പോൾ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം, അതിൻ്റെ അടിവേര് ഏതിൻ്റെങ്കിലും തോണ്ടുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെയാണ്. ജനാധിപത്യത്തിൻ്റെ പ്രഹരശേഷി, പ്രതികരണശേഷി കുറച്ച് വളരെ നേർത്തതായി കൊണ്ടുവരിക. നമുക്കതിനുള്ള ആന്തരികവും ബൗദ്ധികവുമായ എല്ലാത്തരം കഴിവുകളെയും ഇല്ലാതാക്കിക്കൊണ്ട്, ഇപ്പം സഗരിക ഘോഷിൻ്റെ ഒരു കഥയുണ്ട്, മുസ്ലിം കർട്ടൻ എന്നാണെന്ന് തോന്നുന്നു ആ കഥയുടെ പേര്. അതിനകത്ത് പറയുന്ന ഒരു അതിനകത്ത് പരാമർശിക്കുന്ന ഒരു കാര്യം ഇതാണ്: യഥാർത്ഥത്തിലുള്ളതും മിത്തിക്കലായിട്ട് സൃഷ്ടിക്കുന്നതും. അത് ബാബറി മസ്ജിദിന് ശേഷവും ഗുജറാത്തിലെ കലാപത്തിന് ശേഷവും അതിൻ്റെ അലയൊലികൾ പശ്ചാത്തലമാക്കി എഴുതിയ ഒന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള അനുഭവം, അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന അനുഭവം, ആ അനുഭവത്തെ യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വരുന്നു. അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയാവുമ്പോൾ, അതിനകത്ത് അമൃത എന്ന യുവതി കട്ടൻ നെയ്യുമ്പോൾ അവൾ കട്ടൻ്റെ ഊടും പാവുമാക്കുന്ന സത്യവും മിഥ്യയും ഇഴചേർത്താണ്. നമ്മുടെ എല്ലാ ജീവിതവും ഇപ്പം അങ്ങനെയാണ്, സത്യവും മിഥ്യയും ഇടചേർത്ത്. ഒരു മുസ്ലിം യുവതിയാകുമ്പോൾ ആ യുവതിക്ക് നേരിടേണ്ടി വരുന്ന പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൻ്റെ ആഘാതങ്ങൾ എന്താണ്? ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന അധികാര രാഷ്ട്രീയം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന, മാനിഫെസ്റ്റേഷൻ എന്ന വാക്ക് വളരെ പ്രധാനമാണ് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ, നിർമ്മിച്ചെടുക്കുന്ന ആ അവസ്ഥയിൽ, ആ സാംസ്കാരിക അവസ്ഥയിൽ
ഞാൻ ഒരു മുസ്ലിമാണ്. ഞാൻ ഇന്ത്യൻ ദേശീയതയിൽ ചേർന്ന് പോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരാളാണ്. ഇന്ത്യൻ സംസ്കാരത്തിന് അപരിചിതത്വം കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് നിരന്തരം പറഞ്ഞും പറയാതെയും സിനിമയിലൂടെയും, സിനിമ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. എമ്പുരാൻ എനിക്കിപ്പോഴും സംശയമാണ്. അത് എൻ്റെ പോസ്റ്റ് ട്രൂത്ത് കാലത്തെ രാഷ്ട്രീയം കൊണ്ടാണോ എന്ന് എനിക്കിപ്പോഴും ഞാനും സംശയിക്കുന്നു. പക്ഷെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എന്തിനുണ്ടാക്കി എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് പോസ്റ്റ് ട്രൂത്ത് കാലത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാ അലയൊലികളും ഒടുങ്ങി, പിന്നെ ED അന്വേഷണം തീർന്നു, എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു. അതിനൊരു തുടർച്ചയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഈ അറിയില്ലായ്മ, എനിക്കറിയില്ല, എനിക്ക് സംശയമാണ്, എനിക്ക് തോന്നലുണ്ടാവുന്നു, ഇതാണോ സത്യം, അതാണോ സത്യം, ഇതുതന്നെയാണ് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു യുവതി എങ്ങനെയാണ് എന്നെ തന്നെ കാണുന്നത്? ആ സമുദായം സ്ത്രീ എന്നുള്ള നിലയിൽ ഉണ്ടാക്കുന്ന ഒരു മിത്തിക്കൽ അവസ്ഥയുണ്ട്. ആ മിത്തിക്കൽ അവസ്ഥയിൽ നിന്ന് ഞാനെന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള സംശയം, ഞാനെന്ന് പറയുന്ന സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൽ എവിടെ അടയാളപ്പെടുന്നു, അതിൻ്റെ ചരിത്രം എന്താണ്? പണ്ടേ ചരിത്രത്തെക്കുറിച്ച്, ഒരുപക്ഷെ ചരിത്രത്തിലായിരിക്കും ഈ പോസ്റ്റ് ട്രൂത്ത് സാംസ്കാരിക അവസ്ഥ ആദ്യമുണ്ടായത്. ഹിസ്റ്ററിയുടെ ഒരു ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചരിത്രം എഴുതാൻ ചന്തയിൽ നിന്ന് മീൻ വാങ്ങുന്ന പോലെ എളുപ്പമല്ല. ചന്തയിൽ പോയാൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോരാം. ചരിത്രം എഴുതുന്നത് ഇങ്ങനെയാണ്: കടലിൻ്റെ ഏതു ഭാഗത്താണ് ഏതു മീനെയാണ് കിട്ടുക എന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് അവിടെ തന്നെ വല വിരിക്കണം, ചൂണ്ടയിടണം. മത്തി പിടിക്കാൻ ശംഖുമുഖത്ത് കടത്തീരത്ത് പോയാൽ പറ്റില്ല, മത്തി അങ്ങ് ദൂരെ ഉൾക്കടലിലാണ്. ഈ ഒരു കാര്യത്തിൽ എവിടെ നിന്ന് സത്യം കൊരുത്തെടുക്കണം, ചൂണ്ടയിൽ കൊരുത്തെടുക്കണമെന്ന ധാരണയോടുകൂടി ഇപ്പം സത്യമേ വേണ്ട, എവിടെ നിന്നും എന്തും ഫാക്ട്സ് എന്ന പേരിൽ. അത് നമ്മുടെ മാധ്യമ വാർത്തകൾ നമുക്കറിയാം. പണ്ടൊക്കെ തിരുത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല രാജ്യങ്ങളിലും ജേർണലിസ്റ്റുകളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ പരിശീലനം നൽകുന്നത് ഫാക്ട് ചെക്കാണ്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന വാർത്തയെ വസ്തുത എന്ന പേരിൽ വരുന്നത് എത്രമാത്രം വസ്തുതയാണ് എന്ന് പരിശോധിക്കുക. ഇപ്പം അർണാബ് ഗോസ്വാമിയെക്കുറിച്ച് മാത്രം എടുത്താൽ നമുക്കറിയാം, അവിടെ നിന്ന് BJPക്ക് വേണ്ടി മുദ്രാവാക്യം വിളിപ്പിക്കാൻ തക്കവണ്ണം ചങ്കൂറ്റമോ കാപട്യമോ ഉള്ള ജേർണലിസ്റ്റാണ് അർണാബ് ഗോസ്വാമി. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരും. അയാളെ അറിയുന്ന, ഒരുപാട് കാലമായി അറിയുന്ന പല ജേർണലിസ്റ്റുകളും പറയുന്നു അങ്ങനെയല്ല എന്ന്. ഇമ്മാതിരി നമ്മൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയല്ല യഥാർത്ഥത്തിൽ. അയാൾ വളരെ അധികം വലിയ ജനാധിപത്യ ബോധമുള്ള ഒരാളാണ്. പക്ഷെ എന്ത് കാര്യം, എന്താണ് അവസ്ഥ? അപ്പോൾ ഈ വാർത്തകളുടെ കുത്തൊഴുക്ക് അർണാബ് ഗോസ്വാമി ഒരിക്കലും തിരുത്തു പറയില്ല, മനോരമയും തിരുത്തു പറയില്ല, മാതൃഭൂമിയും തിരുത്തു പറയില്ല, ഒന്നും തിരുത്തു പറയില്ല. ഇന്നലെ സംഭവിച്ചത് ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നു, അടുത്ത ദിവസം ഇത് മുഴുവൻ തെറ്റാണ് എന്ന് തിരിച്ചറിയുന്നു. ഒരു തിരുത്തുമില്ലാതെ വീണ്ടും അവർ വാർത്തകളുടെ കുത്തൊഴുക്ക്, ഇൻഫർമേഷൻ്റെ അമിത ഭാരം നമ്മുടെ എല്ലാം തലയുടെ മുകളിൽ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആർക്കും എവിടെയും ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള AI യന്ത്രങ്ങൾ വരുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ ഹോളോകോസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ AI എന്തു പറയും? അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞേക്കാം.
ചിലപ്പോൾ ഉണ്ടെന്നും പറഞ്ഞേക്കാം. ഗാന്ധിജി വെടിയേറ്റ് കൊല്ലപ്പെട്ടതാണോ, സ്വാഭാവികമായി മരണമടഞ്ഞതാണോ? ഒരു ചെറിയ വിദ്യാർത്ഥിക്ക് സംശയം ഉണ്ടായേക്കാം. കാരണം പലപ്പോഴും ഓട്ടോറിക്ഷ ഇടിച്ചു മരിച്ചു എന്നൊക്കെ ചിലപ്പോൾ ഈ കുട്ടി എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകാം. ഇതൊന്ന് ഫാക്ട് ചെക്കിന് വേണ്ടി നോക്കിയാൽ ഇത് രണ്ടും കാണാം. വൃദ്ധനായി, സ്വാഭാവികമായി ഇന്ത്യൻ ദൈർഘ്യമൊക്കെ നോക്കുമ്പോൾ വലിയ ദൈർഘ്യം ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ മരിച്ച ആളാണ് ഗാന്ധിജി എന്ന് നമുക്ക് ഇൻഫർമേഷൻ്റെ ഈ അമിതമായ ഭാരം നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. സമയം ആയില്ല, ഞാൻ നിർത്തുകയാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം എളുപ്പമേ അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും ആഘാതം ഏൽപ്പിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ശേഷിയാണ്. ആ ജനാധിപത്യത്തിൻ്റെ ശേഷി വീണ്ടെടുക്കുക, ജനാധിപത്യത്തിൻ്റെ ശേഷി വീണ്ടെടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അങ്ങേറ്റം ബുദ്ധിമുട്ടാണ്. വി.ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞ കാര്യം എപ്പോഴും സാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ ആവർത്തിക്കാറുണ്ട്. എളുപ്പമല്ലാത്ത പണിയാണ്. അവരവരോട് ചെയ്യുന്ന യുദ്ധമാണ്. പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ അവരവരെ പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കുന്നത് പോലെ നീറുന്ന പ്രക്രിയയാണ് ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനം. നമുക്ക് വലിയ പ്രശ്നമുണ്ടാകാം. ഈ സംഘടന അപ്രസക്തമാണ് എന്ന് പറഞ്ഞേക്കാം. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന നിരന്തര ചോദ്യം നമ്മളോട് ചോദിച്ചേക്കാം. കെ.എൻ്റെ പ്രസംഗമോ, സുൽപി ഇളയിടത്തിൻ്റെ പ്രസംഗമോ, വി.എൻ. മുരളി സാറിൻ്റെ പ്രസംഗമോ ഒക്കെ ഏതോ നൂറ്റാണ്ടിലെ പ്രേതത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്ന് വിലയിരുത്തപ്പെട്ടേക്കാം. അവിടെയാണ് നമ്മളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട്, നമ്മളെ തന്നെ ദുഃഖിപ്പിച്ചുകൊണ്ട്, നമ്മളുടെ ഊർജം വലിയ തോതിൽ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ നടത്തേണ്ട സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പ്രസക്തി നിരന്തരം ഉയർന്നു വരുന്നത്. നമ്മളെല്ലാ കാലത്തും സാംസ്കാരിക പ്രവർത്തനം പ്രയാസമുണ്ട്. കാരണം അധികാരത്തിനോട് അത്ര അടുത്ത് നിൽക്കുന്ന പ്രവർത്തനമല്ല സാംസ്കാരിക പ്രവർത്തനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് വലിയ വിഷയമാണ്. കുറച്ച് സമയമേ എനിക്ക് 25 മിനിറ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിനകത്ത് നിന്നുകൊണ്ട് അധികം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങളെ എടുത്തു വെച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. നിരന്തരം നമ്മൾ ഫാക്ട് ചെക്ക് നടത്തിക്കൊണ്ടിരിക്കണം. അധികാര രാഷ്ട്രീയത്തിന് ഒരിക്കലും വസ്തുതകളെ കണ്ടെത്താൻ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. വസ്തുതകളെ കണ്ടെത്തുകയും അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവർത്തനം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.